ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം AM നൂബി. ഞാനിതാ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എൻ്റെ ഹരിമാമേനെയും കൂട്ടി വന്നേക്കുകയാണ് അടുത്ത പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നും ഓലോണ്ടുള്ള എന്തോ സംഭവം തന്നെയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് നമുക്ക് ഹരിമാമോട് തന്നെ ചോദിക്കാം. അപ്പൊ ഹരിമാമ, ഇന്ന് എന്താണ് ഇവർക്ക് വേണ്ടി കാണിക്കാൻ പോണത്? ഉണ്ടാക്കാൻ പോണത് 4-5 മെച്ചിങ്ങ കൊണ്ട്, മെച്ചിങ്ങ, പിന്നെ ഈർക്കിലി, പിന്നെ ഓല, ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഉണ്ടാക്കിയിട്ട് എന്താണെന്ന് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെ വെച്ചിട്ടല്ല. ഇവിടെ അടുത്ത് തന്നെ ഒരു അമ്പലക്കുളം ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. പണ്ടത്തെ ഓർമ്മ പുതുക്കലാ തോന്നുന്നുണ്ട്, കണ്ടില്ലേ? തൊട്ടാവാടി. അപ്പൊ നമ്മളിപ്പോ കുളത്തിന്റെ അവിടേക്ക് പോകാനുള്ള യാത്രയിലാണ്. ഇതതിന്റെ വഴിയാണ് കേട്ടോ. ഇവിടെ കുറച്ച് ദൂരം കൂടി ഉണ്ട്. ഇവിടെയാണ് പറഞ്ഞ കുളം ഉള്ളത്. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായിട്ടുണ്ട്. ഇവിടെ 3 അമ്പലങ്ങളുണ്ട്. ബ്രാഹ്മണന്മാരുടെ അമ്പലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഒരു കൽക്കിണറുണ്ട്. പണ്ടത്തെ കിണറാണിത്. ഇതിപ്പോൾ ആരും ഉപയോഗിക്കലൊന്നുമില്ല. കണ്ടില്ലേ, നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് പണ്ടത്തെ കിണറാണ്. അവിടെ ആയിട്ടാണ് നമ്മുടെ പറഞ്ഞ കുളം ഉള്ളത്. അപ്പൊ നമ്മൾ കുളത്തിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിനൊരു പടികളുണ്ട്, അപ്പൊ അത് കാണിച്ചു തരാം. ഇതാണ് കുളത്തിന്റെ പടികള്, കണ്ടില്ലേ? നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ കുളിക്കാൻ വന്നായിരുന്നു. ഇതിന് ഇനി പടികളുണ്ട്, പക്ഷെ വെള്ളം കയറിയ കാരണം കൊണ്ട് പടിയൊക്കെ മുങ്ങിയതാണ്. മതിലിന്റെ കീഴ്പ്പെട്ട് വരയ്ക്കും പടി ഉണ്ടെന്ന് പറയാം. ആ മതിലിന്റെ കീഴ്പ്പെട്ട് വരയ്ക്ക് പടി ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടാ. ഉണ്ടല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്നിട്ടാണ് നമ്മളുടെ വീഡിയോ ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. ഹരിമാമ ഫുള്ള് ഓലയിലുള്ള പണിയാണ്. ഞാനിപ്പോ ഒരു ചെറിയ കളിപ്പാട്ടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് 3 മെച്ചിങ് എടുത്തിട്ടുണ്ട്, 4 ഈർക്കിലി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ആള് പണ്ടത്തെ ഓർമ്മയിലൊക്കെ അടിച്ചു പൊട്ടിക്കാണ്. ഭയങ്കര ഉഷാറായിട്ടാണ് ഒക്കെ ചെയ്യണത്. ഇപ്പൊ മുച്ചിങ്ങയുടെ 3 ഭാഗത്തായിട്ട് ഈർക്കിലി ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ബാക്കി എന്താന്ന് നോക്കാം. ഇപ്പോഴെന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് തന്നെ പിടികിട്ടിയിട്ടില്ല. എന്നോട് പറഞ്ഞിട്ടില്ല മൂപ്പരാള്. ഭയങ്കര ആവേശത്തിലെല്ലാം കടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു നോക്കി എന്താ ഉണ്ടാക്കണ് ഹരിമാമ എന്നുള്ളത്. ഞാൻ ചോദിച്ചപ്പോ മൂപ്പരാള് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കും, അതെല്ലാം നീ ഇടണം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണെന്നുള്ളത് എനിക്കും അറിഞ്ഞിട്ടില്ല. നെല്ലുമണി കിട്ടും. നെല്ലുമണി അങ്ങനെ ഒരു നെല്ലുമണി ഇങ്ങനെ വെക്കണം, ഇങ്ങനെ കറക്കണം, ചുറ്റണം. അതിനൊരു നെല്ലുമണി വേണം. നെല്ലുമണിയാ നെല്ലുമണി ഏത് മരത്തിലാ കാക്കിയുടെ മാമ? അപ്പൊ നെല്ലുമണി എന്താന്ന് എനിക്കറിയില്ല. ശരി ശരി, അപ്പൊ പിന്നെ പറയാം. നെല്ലിന്റെ മണിയാണ് വേണ്ടത്. നെല്ലിന്റെ മണി ചോദിച്ചാ അത് കുട്ടി എന്ന് വെച്ചാല് ഏത് മരത്തുമ്പില കായ്ക്കുന്ന ചോദിക്കണേ. അപ്പൊ അതിനെ നെല്ലിനെ പറ്റി അറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു മുള്ളുണ്ട്. മുള്ള അത്രയ്ക്ക് ശരിയാവില്ല. ഏതായാലും വെക്കാം. നെല്ലാണെങ്കിൽ അതിന്റെ മുകളിൽ
പാഡ്രസ് പോലെ ഒരു വഴുവഴുപ്പുള്ള സാധനമുണ്ട്. അപ്പൊ നമ്മുടെ കളിപ്പാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കളിപ്പാട്ടം. നിങ്ങളൊക്കെ ഈ പറിച്ച കാലത്തൊക്കെ വരുമ്പോഴേ നല്ല പൂഴി ഉണ്ടാവും, നല്ല പൂഴി ഉണ്ടാവും വീട്ടിന് മുമ്പത്തൊക്കെ. ആ പൂഴിയിൽ ഈ കാലൊക്കെ നല്ല കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കും. അടുത്തത് ഞാൻ കാണിക്കാൻ പോണ ഇതാണ്. നടുക്കിൽ ഒരു വളച്ചിട്ട് ഒരു ഈർക്കിലി, നടുവിൽ 2 ഈർക്കിലി, കയ്യിൽ 2 ഈർക്കിലി ഉണ്ട്. അതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ സ്വരുകിയിട്ട് ഇതാണ് പരിപാടി. ഇതരിമാമ എനിക്കുണ്ടാക്കിയെന്നാണ്. അപ്പൊ ഇതുപോലെ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടല്ലേ, കരിവണ്ടുകളൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ ശബ്ദം വരുന്ന പോലെ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ആളുടെ വണ്ട് റെഡി ആയിട്ടുണ്ട്. ഉണ്ടല്ലേ, സൗണ്ട് കേൾക്കണില്ലേ? അതാണ് ആള് വണ്ട് മുകളിന പോളേന്ന് പറഞ്ഞത്. അപ്പൊ എന്താ സംഭവം എന്നുള്ളത് നമുക്കൊന്ന് അടുത്ത് പോയിട്ട് കണ്ടോക്കാം. 2 ഓല മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നൂലൊക്കെ ഓരയുടെ തലപ്പോ വെച്ച് കട്ടുക. ഇങ്ങനെ കെട്ടിയിട്ട് ഒരു ഈർക്കിലെടുത്ത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ഓല നല്ല തളിരാളിയാവണം, ഉണങ്ങിയതൊന്നും ശരിയാവില്ല. എന്നിട്ട് ഇങ്ങനെ ഞാൻ അടുത്തുണ്ടാക്കാൻ പോണത് 8 ഓലപ്പന്ത് ഉണ്ടാക്കാൻ പോവാണ്. 8 ഓലപ്പന്ത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. 8 ഓലപ്പന്ത് ഉണ്ടാക്കാൻ പോവാണ്. അതിനിപ്പോൾ ആദ്യം ഞാൻ 4 ഓല കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മുടഞ്ഞിട്ട് ഇനി 8 ഓലയ്ക്ക് മാറ്റും. ഇനി നമ്മൾ ഇത് 8 ഓല ഒക്കെ ശരിയാക്കി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കോർത്തെടുക്കണം. ഇതാണ് ഇത് പന്ത്. ഇതാണ് നമ്മുടെ 8 ഓലപ്പന്ത്. 8 ഓല കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് നമ്മൾ കളിക്കാം, എറിഞ്ഞ് കളിക്കാൻ പറ്റും. മേത്ത് കൊണ്ടാലും വേനുണ്ടാവില്ല, ഇങ്ങനെ പഞ്ഞു പോലെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ 8 ഓലപ്പന്തും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ ഉണ്ടാക്കണേ മാമേ? അടുത്ത് ഇനിയൊരു ഇവിടങ്ങളിൽ പുന്നമരമൊന്നും കാണാനില്ല. ഞാൻ കണ്ടിടത്തോളം പുന്നമരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. അതിലൊരു ജാതി കായ ഉണ്ടാവും. ആ കായയിൽ ഞാൻ ഒരു കാറ്റാടി പോലെ ഒരു സാധനം ഉണ്ടാക്കും. അതിന് ആ പുന്നക്കായ വേണ്ട, കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെറിയ ബോളില്ലേ, ആ ബോൾ കൊണ്ട് ഉണ്ടാക്കി കാണിച്ചാൽ. ബോൾ കിട്ടിയിട്ടില്ല. ബോൾ കിട്ടാത്തതുകൊണ്ട് ഐസ്ക്രീമിൻ്റെ കപ്പ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ കപ്പ്. അതുകൊണ്ട് നമ്മൾ ഒരു കാറ്റാടി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയത് 2 മടലിൻ്റെ കഷ്ണവും ഒരു ഈർക്കിലി, പിന്നെ ഇവിടെ ഒരു ഓട്ട, ഇവിടെ ഒരു ഓട്ട ഇട്ടിട്ടുണ്ട്. കാണിച്ചു തരാം. ആവശ്യത്തിന് സിഗറ നൂലെടുത്തിട്ട് ആ ഈർക്കിലിമ്പിൽ കട്ടണം. കട്ടിയിട്ടിട്ട് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ കിടത്തണം. ഇത് കൂടി വിടണം. ഇത് കൂടി വിടുമ്പോൾ തന്നെ ഈ ഭാഗത്ത് എടുത്തിട്ട് ഇത് കട്ടണം. ഈ കൊള്ളിമ്പിൽ കട്ടണം. ഇത് കൂടി വലിച്ചെടുക്കണം. എന്നിട്ട് ഇതാ ഇത് വേണമെങ്കിൽ ഒരു നൂലിട്ട് കട്ടണം. പമ്പര റെഡി ആയിട്ടുണ്ട്. പമ്പര
അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുക. ഇനി ഇതേപോലെ കളിസാധനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തെടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. എന്തായാലും മാമ ഇത് എപ്പം ഉണ്ടാക്കിയതാ നിൽക്കിതരാ? ഇതായാലും മാമ ഇപ്പം ഉണ്ടാക്കിയതാ തോന്നുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്തായാലും ഇതൊന്ന് വെച്ച് നോക്കുകയാണ്. കണ്ടില്ല, നമ്മുടെ പുതിയ കൂളിംഗ് ഗ്ലാസ് ആണ്. ഭംഗിയില്ല അപ്പോൾ ഞങ്ങൾ വരാം.